വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. നമ്മുടെ പഠനം ഇന്ന് റിവിഷൻ ഡേ 4 പോയിരിക്കുകയാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തി നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക. ഇന്നത്തെ റിവിഷന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മാത്സിലെ നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ 50 ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഈ ബുക്ക് വാങ്ങാൻ പറ്റുന്നവർ മാക്സിമം വാങ്ങാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ബുക്കാണ്. ലക്ഷ്യയുടെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്ന ഒരു റാങ്ക് ഫയലാണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 20 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഹസ്തദാനത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും മടിക്കാതെ തന്നെ നമുക്ക് അതിന് ആൻസർ എഴുതാം. അപ്പോൾ ഈ ഹസ്തദാനം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മളതിന് യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷനുണ്ട്. അതായത് n(n-1/2). ഹസ്തദാനത്തിന് പഠിക്കേണ്ട ഇക്വേഷൻ n(n-1/2). n(n-1/2). ഇവിടെ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഈ n നമ്മളിവിടെ 20 നമ്മളിവിടെ n സ്ഥാനത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഇക്വേഷൻസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 190 കിട്ടും. അപ്പോൾ ആൻസർ എ ആണ് ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? സെയിം നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻസർ കിട്ടുന്നത് 45 ആണ്. n(n-1/2) ചെയ്യുമ്പോൾ നമുക്ക് 45 ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഇത് നിങ്ങളൊന്ന് അറിയാമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ എത്രത്തോളം ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം നമ്മൾ തറവാകും. അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരു ക്ലാസ്സിൽ 12 കുട്ടികൾ പരസ്പരം ഗ്രീറ്റിംഗ് കാർഡ് കൈമാറിയാൽ ആകെ എത്ര കൈമാറ്റം നടക്കും? അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കുക. എത്ര കൈമാറ്റം നടക്കും? ഇവിടെ ഹസ്തദാനം നടക്കുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ n(n-1/2) ചെയ്യുന്നത്. ഇവിടെ എത്ര കൈമാറ്റം നടക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ കണ്ടാൽ n(n-1) മാത്രം മതി. n(n-1). ഇവിടെ ആ ഒരു നമ്പർ ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യാം. അടുത്ത് ആദ്യത്തെ 50 എണ്ണ സംഖ്യകളുടെ തുക എന്തെന്നുള്ളതാണ്. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ആദ്യത്തെ 50 എണ്ണ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് n(n+1/2). n(n+1/2). അപ്പോൾ 50 എണ്ണ സംഖ്യകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 50 ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1275 ആൻസർ കിട്ടും. അപ്പോൾ അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ 100 എണ്ണ സംഖ്യകളുടെ തുക. അതുപോലെ 100 എന്ന് പറയുന്ന ആ എണ്ണ സംഖ്യ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ 10 എണ്ണ സംഖ്യകളുടെ തുക. അതുപോലെ തന്നെ നിങ്ങൾ 10 എന്നുള്ള നമ്പർ ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 50 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എന്നാണ്. അതെന്ന് പറയുമ്പോൾ തുക കണ്ടുപിടിക്കാൻ n(n+1). ഓക്കെ, അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നമ്മൾ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അതുപോലെ ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതും ഇതുപോലെ ആൻസർ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അടുത്ത് 10 വശങ്ങളുള്ളൊരു ബഹുഭുജത്തിൽ എത്ര വികർണങ്ങൾ വരയ്ക്കാം? ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ വികർണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് n(n-3/2) എന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഇത് PSC മുന്നേ ഒരു ഇതുവരെ ചോദിച്ചിട്ടുള്ളൊരു പാറ്റേണിൽ ചോദിച്ചപ്പോൾ ആർക്കും തന്നെ ആൻസർ എഴുതാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n(n-3/2) ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടും. 5 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ എത്ര വികർണങ്ങൾ വരയ്ക്കാം? അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 5 വശമല്ലേ, അപ്പോൾ 5 എന്നുള്ള നമ്പർ n(n-3/2) ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തുവെങ്കിൽ 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം? ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡും 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണമെന്നുള്ളപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യ -1 ആദ്യത്തെ സംഖ്യ -1 ഇൻറ്റു സമയം എന്നുള്ളൊരു ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യണം. അതായത് ഇവിടെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ 9 മണിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 - 1 ഡിവൈഡ് ബൈ ആദ്യത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ 5 മണി. അപ്പോൾ 5 - 1 ഇൻറ്റു സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 8 സെക്കൻഡ്സ് ആണ് അവരോട് പറയുന്നത്. അപ്പോൾ 9 - 1/5 - 1 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര സമയം കിട്ടും? 16 സെക്കൻഡ് ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത്
ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ത്? മുൻപൊക്കെ ഞാൻ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. നമ്മളിത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ദൂരം തുല്യവും വേഗത വ്യത്യാസവുമായിരുന്നാൽ ശരാശരി വേഗത കണ്ടുപിടിക്കാനായിട്ട് 2ab/a+b എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിന് ആൻസർ കിട്ടുന്നത് 42 km/h ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ് മൂന്നാമത്തെ സംഖ്യയുടെ 2 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. എന്നാൽ മൂന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കുക. ഇങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഡിഗ്രി ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ കണ്ടെത്തി ഇവിടെ ഞാൻ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ചെയ്തൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. അപ്പം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഇതിൽ ഞാൻ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് നിങ്ങളിത് വെറുതെ കേട്ട് പോകാണ്ട് ഒരു പേപ്പറിൽ നിങ്ങളിതൊന്ന് എഴുതി നോക്കുക തന്നെ വേണം. കാരണം നമ്മൾ പറയുന്നത് പോലെ എളുപ്പമായിരിക്കില്ല. നമുക്ക് കേൾക്കുമ്പോൾ തോന്നുമ്പോൾ എളുപ്പമാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളൊരു എക്സാമിൽ ഇതൊന്ന് അറ്റൻഡ് ചെയ്യുന്ന അത് നമ്മൾ വ്യത്യാസമുണ്ട്. കാരണം പലർക്കും അറിയാം നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അഭിമുഖീകരിക്കുമ്പോൾ പ്രശ്നങ്ങളും നമുക്കതിന് ടൈം എത്ര കൺസ്യൂം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തന്നെ ഇത് ശ്രമിച്ച് നോക്കുക. അതുപോലെ ഈ ഒരു തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ നല്ല രീതിയിലൊന്ന് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. കാരണം ഇത് മുൻവർഷ ഡിഗ്രി പ്രിലിമിനറി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ കൂടുതലായിട്ടും മാത്സ് കണ്ട് പഠിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബിൽ ട്രിക്ടേൺ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, ജെറിൻ സാർ നടത്തുന്നത്. ഞാൻ കൂടുതലും സാറിൻ്റെ ക്ലാസ്സുകളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തൊരു മാത്സിന് നോട്ട് എടുത്തിട്ട് സാറിൻ്റെ ട്രിക്ടേണിൽ സാർ എടുക്കുന്ന ക്ലാസ്സുകൾ ഓരോ ക്ലാസ്സുകളായിട്ട് നിങ്ങളൊന്ന് കണ്ട് നിങ്ങൾ കണക്ക് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഡെയിലി ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ റിവിഷൻ ചെയ്യാൻ മറന്നു പോകരുത്. കാരണം നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 3 സബ്ജക്റ്റുകളാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നുള്ളത്. അത് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി നേടി ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളിന് ഇത് മുന്നേ അവർ കണ്ടുപിടിച്ചത് കൊണ്ടാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റ് കോർ സബ്ജക്റ്റിനകത്ത് നിന്ന് നമുക്ക് വിജയിക്കാനുള്ള മാർക്കുണ്ട്. കാരണം ഇത് എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. GK പോർഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം, അതായത് ഹിസ്റ്ററി പോർഷനിലാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനാണെങ്കിലും എക്കണോമിക്സ് ആ ലെവലിൽ നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോയാൽ പോലും നമുക്ക് ഉറപ്പായിട്ടും നമുക്കൊരു 50+ മാർക്ക് നേടാൻ അല്ലെങ്കിൽ ഒരു 60 എബോവ് നേടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് ട്രിക്കി ആയിട്ട് സ്മാർട്ട് സ്റ്റഡി നടത്തി തന്നെ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതുപോലെ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഈ മലയാളത്തിനും മാത്സിനും ഇംഗ്ലീഷിനും ഒക്കെ നിങ്ങൾ റാങ്ക് ഫയൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നാലും യൂട്യൂബ് ഡിപ്പെൻഡ് ചെയ്തിരുന്നാലും PYQ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഡെയിലി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുവോ അത്രമാത്രം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ പറ്റുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിൽ ചോദിച്ചേക്കുന്ന ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾ ഉറപ്പായിട്ടൊരു നോട്ടിനകത്ത് മാർക്ക് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങളിന്ന് നോക്കുക നിങ്ങളുടെ ഡിഗ്രി ലെവൽ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മളിന്ന് പഠിക്കുന്നത് മലയാളത്തിലെ വിപരീത പദങ്ങളാണ്. ഇത് ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. അപ്പം നമുക്ക് ഓരോന്നും ഇങ്ങനെ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് മാക്സിമം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചൊക്കെ വേർഡ്സ് ഞാൻ വിപരീത പദങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊപ്പം ഒന്ന് വായിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിനകത്ത് അപകാരം ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, ഉപകാരം എന്നുള്ളത്. അതുപോലെ അർഹം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, അനർഹം. പിന്നെ അനാച്ഛാദനം, ആച്ഛാദനം. ക്ഷാമം, ക്ഷേമം. ഗുണം, ദോഷം. ഗുരു, ലഘു. ഗോചരം, അഗോചരം. ഗൗരവം, ലാഘവം.
ഗ്രാമീണം, നാഗരികം, ഇത് മുൻവർഷത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രാമീണം നാഗരികം എന്ന് പറയുന്നത്. അതുപോലെ ചഞ്ചലം, അചഞ്ചലം, ശുദ്ധം, അശുദ്ധം, ജ്ഞാനം, അജ്ഞാനം, ജഡം, ചേതനം, ജനി, മൃതി, ജയം, അപജയം, ജാഗരണം, സുഷുപ്തി, അത് മുൻവർഷ ചോദ്യമാണ്. താവകം, മാമകം, തീഷ്ണം, സൗമ്യം, ത്യാഗി, ഭോഗി, ദീർഘം, ഹ്രസ്വം, ദുഷ്ടൻ, ശിഷ്ടൻ, ദുഷ്കരം, സുഖരം. അപ്പോൾ ഈ വിപരീത പദങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ആൻറ്റോണിംസാണ് നോക്കുന്നത്. ഇതിന് ഒരു രക്ഷയില്ല. നമ്മൾ ഒരു 5 വേർഡ് വെച്ച് ദിവസം പഠിച്ചാൽ പോലും കഴിയുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നോക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഈ വൊക്കാബുലറി പഠിക്കുമ്പോഴൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടപ്പുണ്ട്, നമുക്ക് പഠിച്ചാൽ എങ്ങും തീരുന്നുമില്ല. അപ്പോൾ ഞാൻ മാക്സിമം ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. PYQ നോക്കിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് മോക്ക് ടെക്സ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ഇവിടെ ദ ഓപ്പോസിറ്റ് ഓഫ് ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്പോസിറ്റ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ആണ്. അതിൻ്റെ ആൻസർ പെസിമിസ്റ്റിക് ആണ്. ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് അക്വിറ്റഡ്. ദ വേർഡ് അക്വിറ്റഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തെന്ന് പറയുന്നത് ആൻസർ വരുന്നത് കൺവിക്റ്റഡ് ആണ്. ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് അക്വിറ്റഡ് ഈസ് കൺവിക്റ്റഡ്. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് വോസിഫറസ്. എന്താണ് വോസിഫറസ് എന്ന് പറയുമ്പോൾ? വോസിഫറസിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് വരുന്നത് ഫെയിൻ്റ് ആണ്. ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് വോസിഫറസ് ഈസ് ഫെയിൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആഫ്റ്റർ ദ പാർട്ടി മോസ്റ്റ് പീപ്പിൾ വെയർ ഇനബ്രേറ്റഡ്. ദ ഇനബ്രേറ്റഡ് only a few were. After the party most people were inebriated, only a few were. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ്? നിങ്ങൾ ഈ വേർഡിൻ്റെ മലയാളവും കൂടി ഒന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കാൻ ശ്രമിക്കണം, അപ്പോൾ മറക്കില്ല. ആൻസർ വരുന്നത് ഇവിടെ സോബറാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ആൻറ്റോണിം ഓഫ് സബ്സിക്വൻറ്റ്. ആൻറ്റോണിം ഓഫ് സബ്സിക്വൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ആൻസർ പറയുന്നത്, ഇതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് കൺസിക്വൻ്റ് ആണ്. സബ്സിക്വൻറ്റ്, കൺസിക്വൻറ്റ്. ആൻറ്റോണിം ഓഫ് റോഡ്. ആൻറ്റോണിം ഓഫ് റോഡ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ പറയുന്നത് റീസ്റ്റോർ ആണ്. ആൻറ്റോണിം റീസ്റ്റോർ ആണ്. ഓപ്പോസിറ്റ് ഓഫ് ഒനിറസ്. ഓപ്പോസിറ്റ് ഓഫ് ഒനിറസ്. ഒനിറസിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഈസി. ആൻറ്റോണിം ഓഫ് ഹീഡ്ലെസ്. ആൻറ്റോണിം ഓഫ് ഹീഡ്ലെസ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റൻറ്റീവ് ആണ് കേട്ടോ. ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് അറ്റൻറ്റീവ് ആണ്. ആൻറ്റോണിം ഓഫ് ഫോർമോസ്റ്റ്. ആൻറ്റോണിംസ് ഓഫ് ഫോർമോസ്റ്റ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അൺഇമ്പോർട്ടൻറ്റ്. അൺഇമ്പോർട്ടൻറ്റ്. ആൻറ്റോണിം ഓഫ് ഫോർമോസ്റ്റ് അൺഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഗ്രണ്ടിൻ്റെ ആൻറ്റോണിം വരുന്നത് എന്താണ്? അപ്ലോഡാണ്. ഇതൊരു മുൻവർഷ ചോദ്യം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളിതൊന്ന് നന്നായി തന്നെ പഠിക്കുക. പിന്നെ ഇവിടെ ഞാനൊരു സെറ്റ് ഓഫ് ഡിഗ്രി ലെവലിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ എയും ബി പാർട്ടുമായിട്ട് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇവിടെ ചവിട്ട് നാടകം വരുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ചവിട്ട് നാടകം വരുന്നത് പോർച്ചുഗീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലേ. പോർച്ചുഗീസുമായിട്ടാണ് ചവിട്ട് നാടകം വരുന്നത്. കേരളത്തിലെ ആദ്യ റെയിൽപാത വരുന്നത് ബ്രിട്ടീഷുകാരുടെ ഓഫീസിൽ നമുക്കെല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ആരാണ്? ഡച്ചുകാരാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. ഇതിൻ്റെ പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പള്ളിപ്പുറം കോട്ട കൊച്ചിയിലാണ്. സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരാണ്. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ടയും സെൻറ്റ് ആഞ്ചലോസ് കോട്ടയും. ഇവിടെ കണ്ണൂരും കൊച്ചിയിലുമാണ് അതുള്ളത്. പള്ളിപ്പുറം കോട്ടയും സെൻറ്റ് ആഞ്ചലോസ് കോട്ടയും ഓർത്ത് വെക്കുക. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാർ. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാർ. അവർ 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഇവിടെ ഡച്ചുകാരാണ്. 1744 ആ വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഡച്ചുകാർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചു. അടുത്ത് ബ്രിട്ടീഷ്
കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തോട്ടമേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങളാണ് തേയില, കാപ്പി, റബ്ബർ എന്നിവ കേട്ടോ. തേയില, കാപ്പി, റബ്ബർ എന്നിവ. ഈ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് പുതിയൊരു ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് വിളംബരം നടത്തിയ വർഷം ഏതെന്നുള്ളതാണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് പുതിയൊരു ഉത്തരവാദിത്ത ഭരണ സർക്കാർ രൂപീകരിച്ച് വിളംബരം നടത്തിയ വർഷം 1947 ആണ്. 1947 ഓപ്ഷൻ എ സെപ്റ്റംബർ 4-നാണ്. 1947 സെപ്റ്റംബർ 4-നാണ് തിരുവിതാംകൂർ മഹാരാജാവ് പുതിയൊരു ഉത്തരവാദിത്ത ഭരണമായിട്ട് വിളംബരം നടത്തിയത്. അടുത്ത 1947 സെപ്റ്റംബർ 4 തിരുവിതാംകൂർ മഹാരാജാവ് പുതിയൊരു ഉത്തരവാദിത്ത ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തി. പുതുതായി രൂപീകരിച്ച നിയമസഭയിൽ 120 അംഗങ്ങൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് പോയിന്റ് ചെയ്ത് തന്നെ പഠിക്കുക. തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ഭരണഘടനാ തലവനായിരുന്നത് കേട്ടോ. അടുത്ത തിരുവിതാംകൂറിൽ പുതുതായി രൂപം കൊണ്ട നിയമനിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച വർഷം എന്ന് പറയുന്നത് 1948 മാർച്ച് 20-നാണ്. 1948 മാർച്ച് 20. 1948 മാർച്ച് 20 നടന്ന ആദ്യ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആരാന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. A.J. ജോണാണ്. A.J. ജോണാണ് ആദ്യ സമ്മേളന പ്രസിഡൻ്റായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായ വർഷം. ഈ ISRO ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പോയിൻറ്റ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായ വർഷം എന്ന് പറയുന്നത് 1972 ജൂൺ 1. 1972 ജൂൺ 1-നാണ് ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായത്. ഇവിടെ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾ തുടക്കം കുറിച്ച കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായ വർഷം 1962-ലാണ്. ISRO സ്ഥാപിതമായതെന്നാണ് 1969 ഓഗസ്റ്റ് 15-നാണ്. ISROയുടെ ആസ്ഥാനം വരുന്നത് ബാംഗ്ലൂരിൽ അന്തരീക്ഷ ഭവനാണ്. ബഹിരാകാശ വകുപ്പ്, ബഹിരാകാശ കമ്മീഷൻ ഇവ സ്ഥാപിതമായ വർഷം ഒന്ന് ഓർത്ത് വെക്കുക. അത് 1972-ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് അത്.